എപ്പോഴായിരുന്നു? ഇന്ന് പുലർച്ചെ. ഇത്രയും നേരമായില്ലേ? ഇനിയും വെച്ചോണ്ടിരിക്കണോ? ഡൽഹിയിൽ നിന്ന് രഘുവും കൂടി വരാനുണ്ട്. അവനെ അറിയിച്ചോ? അവനെ വിളിച്ചു നോക്കി, ഫോൺ എടുക്കുന്നില്ല. സൂര്യൻ വിളിച്ചു നോക്കട്ടെ. Come in. എന്റെ രഘു, എവിടെയാ നീ? നിന്നെപ്പ തൊട്ട് വിളിക്കുന്നടാ ഞാൻ. നിന്റെ ഫോൺ ഏത് കോത്താഴ്ത്താ? അത് കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ ഫോൺ സൈലന്റ് ഇട്ടതാ. എടാ, നാട്ടിൽ നിന്ന് സുധാകരേട്ടന് കോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് മൂപ്പർക്ക് എന്താ പറ്റിയേ? സുധാകരനൊന്നും പറ്റിയില്ല. പിന്നെ എടാ നമ്മുടെ മാഷ് നമ്മളെ വിട്ട് പോയടാ. നമ്മുടെ മാഷ്? നീ എന്താ പറഞ്ഞേ? നീ എന്താ പറഞ്ഞേ പറ. എടാ, മാഷ് നമ്മളെ ഓ എന്റെ മനുഷ്യ, ഈ പത്രം ഒന്ന് മടക്കി വെച്ച് ആ കടയിൽ പോയി അരി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുന്നൂടെ? നിങ്ങൾ ഞാനീ പറയണ വല്ലതും കേൾക്കുന്നുണ്ടോ? നീ അതൊരു ചായ എടുക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം. വെള്ളം തിളച്ച ചായ ആവില്ല. ചായ. കേരളത്തിൽ പേമാരി. സർക്കാരിന്റെ അനാസ്ഥ തുടരുന്നു. അത് കൊള്ളാലോ. മഴ പെയ്താലും പെയ്തില്ലേലും കുറ്റം സർക്കാരിന്. ആരത് മാഷോ? എന്താ ഈ വഴിക്കൊക്കെ? സാധനങ്ങളൊക്കെ തീർന്നു സുധാകര. അത് വാങ്ങാൻ വേണ്ടി വന്നതാ. അപ്പൊ ഇതുവഴി കേറിയെന്നേ ഉള്ളൂ. അപ്പൊ എന്താ, ചായയോ കാപ്പിയോ? നിനക്ക് നാണല്ലേ സുധാകര സർക്കാരിനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കാൻ? ഈ നേരത്തെ നിനക്ക് നിന്റെ അച്ഛനെ സഹായിച്ചൂടെ കൃഷിയില്? ചേട്ടാ വല്ലതും കഴിക്കാൻ തരുമോ? 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. നിനക്ക് കിട്ടിയൊന്നും പോരെ? ഇറങ്ങി പോടാ തെണ്ടി. വല്ലയിടത്തും കയറി വന്നോളും. വല്ലതും കൊടുക്കു സുധാകര, വിശന്നിട്ടായിരിക്കും. മാഷ്ക്ക് എന്തിന്റെ കേടാ? ഇവനൊക്കെ എങ്ങനെ വിശ്വസിച്ച് ഇവിടെ കയറ്റുക? ഈ കടയിലേക്ക് എന്തറിഞ്ഞിട്ടാ ഞാൻ കയറ്റുക? വല്ലതും അടിച്ചോണ്ട് പോയി കഴിഞ്ഞാ, ഇന്നാൾ നമ്മുടെ വേലാതന്റെ കടയിൽ ഇതുപോലെ ഒരുത്തും കയറി വന്നു. എല്ലാം അടിച്ചോണ്ടൊരു പോക്ക്. ഇപ്പൊ അഡ്രസ് പോലും ഇല്ല. എനിക്കൊന്നും വയ്യ. മോനേതാ വല്ലതും കഴിക്ക്. പിടിച്ചോ? മാഷുടെ ഒരു സമൂഹ സേവയും. മാഷൊന്നും ഒരിക്കലും നന്നാവാൻ പോണില്ല. എന്നാ മോനെ കഴിക്ക്. എന്താ പിടിച്ചോ. നീ വാ, പോവാം. നിന്റെ പേരെന്താ? രഘു. നിന്റെ അച്ഛനും അമ്മയും? എനിക്ക് ആരുമില്ല. എൻ്റെ അച്ഛനും അമ്മയും ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയിൽ കൊല്ലപ്പെട്ടു. ആര് കൊന്നു? കൂടെ നടന്നവർ തന്നെ. കണ്ണടച്ച് വിശ്വസിച്ചവർ തന്നെ തിരിഞ്ഞു കുത്തി. പിന്നെ നീ എങ്ങനെ ഇങ്ങനെയായി? അവർ തെളിച്ച വഴിയെ നടക്കുന്നതിലും ഭേദം കുപ്പയിലെ ഈ ജീവിതമാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഇനി ഈ ജീവിതം നിനക്ക് വേണ്ട. വാ മോനെ, ഇങ്ങോട്ട് വാ.
ദേവി, ദേവി. എവിടെങ്കിലും പോയാ പിന്നെ അവിടെ അങ്ങോട്ട് കൂടിക്കോളും. ഈ സാമൂഹ്യ സേവനെ അടുപ്പത്തിട്ട ചോറാവില്ല. സാധനങ്ങളെല്ലാം കിട്ടിയോ? ഇതിനെവിടുന്ന് കിട്ടി? അതൊക്കെ പറയാം, നീ ആദ്യം അവനെ കഴിക്കാൻ വല്ലതും കൊടുക്ക്. നിങ്ങൾക്ക് എന്റെ തലയ്ക്ക് വട്ടുണ്ടോ മനുഷ്യ? ഈ അലവലാദികളൊക്കെ വിളിച്ചു വരുത്തി വീട്ടിൽ കയറ്റാൻ. നീ വാ മോനെ. അല്ല, ഇവനീ വീട്ടിൽ കയറ്റാനാണോ നിങ്ങളുടെ ഉദ്ദേശം? ഇങ്ങനെ പെറുക്കി നടക്കണ അലവലാദികളൊന്നും ഞാൻ ഈ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കില്ല. നീ ഇരിക്കേ, നീ വാ പറയട്ടെ. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയാം. ശരിയാണ്, നീ പറഞ്ഞ എല്ലാം ശരിയാണ്. പക്ഷേ നീയും ഞാനും അടങ്ങുന്ന ഈ സമൂഹം അറയ്ക്കും, വെറുക്കും ഈ അനാഥ ജന്മങ്ങളെ. ഒരിക്കലും ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ സാമൂഹ്യ ബോധം ഉണരില്ല. പത്രം വായിക്കുമ്പോഴും ടി വി കാണുമ്പോഴും മാത്രം നമ്മൾ ഘോരം പ്രസംഗിക്കുന്ന ഒന്നാണല്ലോ ഈ സാമൂഹ്യ ബോധം. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ അപ്പുവിൻ്റെ അതേ പ്രായമല്ലേ ഇവന്? അവന് പകരം ദൈവം നമ്മുടെ ജീവനാണ് എടുത്തിരുന്നെങ്കിൽ അവനും ഈ അവസ്ഥയിലായിരിക്കില്ലേ? ഉണ്ണാനും ഉടുക്കാനുമില്ലാതെ ചത്തൊടുങ്ങുന്ന അല്ലെങ്കിൽ വഴിപിഴച്ചു പോകുന്ന ആയിരക്കണക്കിന് ബാല്യങ്ങളിൽ ഒന്നായി തീരുമായിരുന്നില്ലേ ഇവനും അതുപോലെയാണ്. നമ്മുടെ അപ്പുവിനെ ഈശ്വരൻ കൊണ്ടുപോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിന് പകരമായി ഈശ്വരൻ ചെയ്യുന്ന പ്രായശ്ചിത്തമാണെങ്കിലോ നീ അവന് മാറാൻ ഡ്രസ്സ് കൊടുക്ക്, കഴിക്കാനും വല്ലതും കൊടുക്ക്. മാഷേ, ഈ ഗിറ്റാർ ആരുടെയാ? ഇതെൻ്റെ മോൻ്റെയാ. അവനൊന്നും ഞങ്ങളോടൊപ്പം ഇല്ല. നിനക്കിത് പഠിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. വാ, ഞാൻ പഠിപ്പിച്ചുതരാം. വാ. അനാഥത്വം അത് മാതാപിതാക്കൾ മരിക്കുന്നതുകൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഒന്നല്ല. മനുഷ്യത്വത്തിൻ്റെയും കരുണയുടെയും അഭാവത്തിൽ പിറവിയെടുക്കുന്ന ഒന്നാണ് അത്. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് ഒരു മാഷും ഒരു സുധാകരനും. ഇതിലാരാണാവേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. സമൂഹത്തെ സേവിക്കാൻ നെഹ്റുവോ ഗാന്ധിയോ ആവണമെന്നില്ല. ആർദ്രത നഷ്ടപ്പെടാത്ത ഒരു മനസ്സുണ്ടായാൽ മതി. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. ഒരു ചാൺ വയറിനു വേണ്ടി തിന്മ ചെയ്യുന്ന ഓരോ അനാഥൻ്റെയും ഉള്ളിലുണ്ട് ഒരു രഘു. അവനിലെ തിന്മയെ മാറ്റി നിർത്തി രഘുവിനെ കണ്ടെത്തുന്നിടത്താണ് സമൂഹ നന്മ ആരംഭിക്കുന്നത്.